ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് മാവേലിക്കരയുടെ ഹൃദയഭാഗത്തെ മിച്ചൽ ജംഗ്ഷനിലാണ്. രാത്രിയായി കഴിഞ്ഞാൽ ഇവിടെ ഇരുട്ടിലേക്കുള്ള ഒരു സാഹചര്യത്തിൽ വേണം ഇവിടെ യാത്ര ചെയ്യാൻ. മനു, ഇവിടെ ഈ ഹൈമാക്സ് ലൈറ്റ് തെളിയാത്ത ഉൾപ്പെടെയുള്ള ഒരു വിഷയം നിലനിൽക്കുമ്പോൾ എന്താണ് ഇതിൻ്റെയൊക്കെ കൂടുതൽ കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുന്നത്? ഇപ്പോൾ സമയം ഏതാണ്ട് 9 മണിയോടടുക്കുന്നു. ഒരു 15 മിനിറ്റുകൾ കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ മാവേലിക്കര നഗരത്തിലെ സർവമാന കടകളും അടയ്ക്കും. ഇതോടുകൂടി ഈ കടകളിൽ നിന്ന് നഗരത്തിലേക്ക് എത്തുന്ന, അതായത് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് പോലും കാണാൻ ഉണ്ടായത് തൊട്ട് സമീപത്തെ കടയിൽ നിന്നുള്ള വെളിച്ചമാണ്, വ്യാപാര സ്ഥാപനത്തിൽ നിന്നുള്ള വെളിച്ചമാണ്. ഇതുകൂടി ഇല്ലാതാകുന്നതോടുകൂടി കുറ്റാക്കൂരിരുട്ടിലേക്കാണ് മാവേലിക്കര നഗരം വഴിമാറുന്നത്. നഗരഹൃദയത്തിൽ ഒരു വലിയ ഹൈമാസ്റ്റ് ലൈറ്റ് ഇരിപ്പുണ്ട്. ചില പാടശേഖരങ്ങളിൽ നോക്കുകുത്തിയിരിക്കുന്ന അവസ്ഥയാണ് ഇന്ന് ആ ഹൈമാസ്റ്റ് ലൈറ്റിൻ്റെത്. ദിവസങ്ങൾ മാസങ്ങളായി അത് പ്രകാശിക്കാതിരിക്കുകയാണ്. പൊതുജനം നിരവധി തവണ ഈ വിഷയം സംബന്ധിച്ച് പലരോടായി പരാതികൾ പറയുന്നു. നഗരസഭയോട് പറയുമ്പോൾ അവിടെ അല്ല, KCBയിൽ പറയുമ്പോൾ അവിടെയല്ല. ഇതാരോട് ഈ പരാതി പറയണം എന്ന ഒരു സംശയത്തിലാണ് പലപ്പോഴും ജനങ്ങൾ. ഇതേ ഒരവസ്ഥ തന്നെയാണ് തഴക്കര കരയംവട്ടം ജംഗ്ഷനിലുമുള്ളത്. കരയംവട്ടം ജംഗ്ഷനിൽ ഒരു വലിയ ഹൈമാസ്റ്റ് ലൈറ്റ് ഇരിപ്പുണ്ട്. അതും മിഴി അടച്ചിട്ട് കാലങ്ങളാവും. അതിന്റെ ഇലക്ട്രിക് സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ളത് പൊളിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇതിന്റെ ഇലക്ട്രിക് സംവിധാനങ്ങളൊക്കെ ആ തഴക്കര കരയംവട്ടത്തിരിക്കുന്ന ആ ഹൈമാസ്റ്റ് ലൈറ്റിന്റെ ഇലക്ട്രിക് വൈദ്യുത ബന്ധം തന്നെ വിച്ഛേദിച്ച അവസ്ഥയിലാണ്. അത് വിച്ഛേദിച്ച് പലപ്പോഴും സെലൂ ടേപ്പ് ഉപയോഗിച്ച് ആ വയറുകളൊക്കെ ചുറ്റി വെച്ചേക്കുന്ന ഒരവസ്ഥയാണ് നിലവിലുള്ളത്. ഇങ്ങനെ ഈ നഗരത്തിന്റെ പ്രധാന 2 പോയിന്റുകളായ കരയംവട്ടത്ത് എന്ന് പറഞ്ഞാൽ വലിയൊരു വളവാണ്. ഈ വളവിന്റെ 2 ഭാഗത്തും ഏതാണ്ട് ഒരു 25-30 മീറ്റർ മാറി ലൈറ്റുകളുണ്ട് 2 സൈഡിലേക്കും. ഇതുകൊണ്ട് തന്നെ ലൈറ്റിൽ നിന്ന് വന്ന് ഈ വളവ് വളയ്ക്കേണ്ട ഇടം വലിയ ഇരുട്ടാണ്. ഇതുകൊണ്ട് തന്നെ ഈ കാൽനടക്കാരൊക്കെ ഈ ഇരുട്ടത്തുകൂടി മുന്നോട്ട് പോകുന്നത് പലപ്പോഴും വാഹനം ഓടിക്കുന്നവരുടെ ശ്രദ്ധയിൽപ്പെടില്ല. അത് വലിയ അപകടത്തിന് തന്നെ വഴിവെക്കും. വേറൊരു കാര്യം എന്ന് പറയുന്നത്, ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ച് ജനങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്ന ഒരു സേവനമാണ് ഈ വെളിച്ചം എന്ന് പറയുന്നത്. അത് കൃത്യമായിട്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകാത്ത രീതിയിലാണ് ഈ 2 ലൈറ്റുകളും കിടക്കുന്നത്. ഇതൊക്കെ നമ്മൾ ഒരു അധികാരികളുടെ ഒരു എന്താ പറയുന്നത്, ഒരു നിരുത്തരവാദപരമായ കാര്യങ്ങളിലേക്കല്ലേ ഇതൊക്കെ കൊണ്ടുപോകുന്നത്. പലപ്പോഴും വലിയ ഹൈമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിക്കുന്നു, അതിന് ചുവട്ടിൽ വലിയ ബോർഡുകൾ പ്രദർശിപ്പിക്കുന്നു. ഇത് കഴിഞ്ഞ് ആ ജനപ്രതിനിധിയുടെ ഉത്തരവാദിത്വം അവിടെ തീരുകയാണ്. അതിന് പകരം മറ്റൊരാൾ വന്നാൽ ഈ ഹൈമാസ്റ്റ് പോയിട്ട് ആ വിളക്കിലേക്കൊന്ന് നോക്കുക പോലും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു വിരോധാഭാസം. ഇതൊന്നും മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോകുവാനോ ജനത്തിന് ആവശ്യമുള്ള രീതിയിലേക്ക് അതിനെ പുതുക്കുവാനോ പോലും ഇവരാരും തന്നെ തയ്യാറാകുന്നില്ല. ജനപ്രതിനിധി എന്ന് പറഞ്ഞാൽ ജനങ്ങളാൽ തെരഞ്ഞെടുത്ത, അവർക്ക് വേണ്ടി ശബ്ദിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ട വ്യക്തിത്വങ്ങളാണ്. എന്നാൽ ഇന്ന് അങ്ങനെയൊക്കെ ആണോ എന്നുള്ളത് സംശയമാണ്. മാവേലിക്കര ജംഗ്ഷനിൽ രാത്രികാലങ്ങളിലൊക്കെ നിരവധി അപകടങ്ങളാണ് അർദ്ധരാത്രിയോടുകൂടി ഉണ്ടാകുന്നത്. കാരണം ഇവിടെ വെളിച്ചമില്ല. ഒരു മനുഷ്യൻ നടന്നു പോകുന്നത് നമുക്ക് ശ്രദ്ധയിൽ പോലും പെടില്ല. വലിയ ലൈറ്റുകളുമായി ചുറ്റും വന്ന് വാഹനങ്ങൾ വരുമ്പോൾ ചെറിയ ടോർച്ച് അടിച്ചു പോലും നടന്നാൽ ഈ ആളെ വ്യക്തമാവില്ല, പെട്ടെന്ന് മനസ്സിലാകില്ല. അങ്ങനെ അപകടങ്ങൾ നടക്കാറുണ്ട്. അന്യസംസ്ഥാന തൊഴിലാളികളൊക്കെ തന്നെ രാത്രിയിലെ ചില പണികളൊക്കെ കഴിഞ്ഞ് അവർ സൈക്കിൾ വരുമ്പോൾ പലപ്പോഴും നഗരഹൃദയത്തിൽ വെച്ച് അപകടങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇനിയും വലിയ അപകടങ്ങൾക്ക് വഴിയൊരുക്കാതെ ഈ ഹൈമാസ്റ്റ് ലൈറ്റിനെ പ്രകാശിപ്പിക്കാൻ ആരാണോ ഇത് ചെയ്യേണ്ടത് അവർ അടിയന്തരമായി ഈ 2 ലൈറ്റുകളും പ്രകാശിപ്പിക്കുവാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്.